ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഞാൻ അതിൽ ഒരു വെറൈറ്റി സാധനം ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാവേ. പിന്നെ ഇത് നത്തോലി അഥവാ വത്തൽ, ചില സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നുണ്ടായാലും ആ ചെറിയ മീൻ അതും, പിന്നെ നമ്മുടെ കോവയ്ക്ക നാലായിട്ട് കീറി അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ നാരങ്ങ നീര്, കോൺഫ്ലോർ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഇതുപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ കറിവേപ്പിലയിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കാരണം നമ്മൾ കുറച്ച് സമയം വെച്ചതുകൊണ്ട് തന്നെ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. തന്നെയല്ല ഈ കോവയ്ക്കയുടെ ടേസ്റ്റ് മീനിലേക്കും, മീനിൻ്റെ ടേസ്റ്റ് കോവയ്ക്കയിലേക്കും പിടിച്ച് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മത്തങ്ങയും ചെറിയ മാങ്ങയില്ലേ, നാട്ടുമാങ്ങയും കൂടെ ചേർത്തിട്ട് പുളിശ്ശേരി വെച്ചതാണ് കേട്ടോ. മാമ്പഴ പുളിശ്ശേരിയെന്നോ മത്തങ്ങ പുളിശ്ശേരിയെന്നോ എന്ത് വേണേലും പറയാം. ഞാൻ ലാസ്റ്റാണ് തൈര് ചേർത്തത്, കാരണം തൈര് ചേർക്കാൻ മറന്നുപോയി സത്യത്തിൽ. പിന്നെ ഇതിനകത്ത് ഈ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മുളകിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തക്കാളി മുളക്, ഉണ്ടമുളക് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിട്ടോ. കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആ മുളകെടുത്ത് കഴിക്കാൻ നല്ല എരിവാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 2-3 മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആ മുളക് വറക്കിയെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് സുഹൃത്തുക്കൾ. അങ്ങനെ ആ മുളകും കൂടെ കൂടിയിട്ടാണ് ഇട്ട് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മീനും അതുപോലെ കോവയ്ക്കയും വറുത്തതും പിന്നെ തക്കാളിയും മാങ്ങയും കൂടെ കൂടി കറി വെച്ചതാണിത്. നല്ല ടേസ്റ്റാണ്. ഈ ചെറിയ മാങ്ങ, നാട്ടുമാങ്ങ പുളിശ്ശേരി കഴിച്ചിട്ടുള്ളവർക്കറിയാം അത്രയും ടേസ്റ്റാണ്. മാമ്പഴ പുളിശ്ശേരി കൂട്ടി ചോറിനാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ മാങ്ങ തീരുന്നതിന് മുന്നേ വേഗം പോയിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഈ മുളകും ഒന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ആ പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ട് ഒരു അടിപൊളി ടേസ്റ്റായി ഇപ്പം മുളകിനും കൂടി. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെ വെറൈറ്റി വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും, വെറൈറ്റി കറികളുമായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.